എന്താ നിർത്തിക്കളഞ്ഞത്? പാടൂ. ഉള്ളിലുള്ള സങ്കടം മുഴുവൻ പാടി തീർക്കൂ. സങ്കടോ? ആർക്ക്? ഞാൻ നല്ല സന്തോഷത്തിലാ പാടിയത്. ആണോ? പക്ഷെ എനിക്കത് സങ്കടമായിട്ടാണ് തോന്നിയത്. പിന്നെ എനിക്ക് ഉമയോട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. വിരോധമില്ലല്ലോ? ഉമേ, സ്വപ്നം കാണാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഉമയ്ക്കുണ്ട്, അരവിന്ദനുണ്ട്, ചന്തുവിനുണ്ട്, ഈ എനിക്കുണ്ട്. എന്നാൽ സ്വന്തം സ്വപ്നങ്ങൾ മാത്രം യാഥാർത്ഥ്യമാകണമെന്ന് വാശി പിടിക്കുമ്പോഴാണ് പ്രശ്നം. ആരാ ഇപ്പൊ അങ്ങനെ വാശി പിടിച്ചേ? ഈ ഞാൻ തന്നെ. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. എന്താ ഉമ്മ ഞെട്ടിയോ? എന്നെയല്ലോ, പിന്നെ എന്തിനാ ഞാൻ ഞെട്ടുന്നേ? എന്നാൽ ഞാൻ സ്നേഹിക്കുന്ന ആ പെൺകുട്ടി ഞെട്ടി. കാരണം അവൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് വേണമെങ്കിൽ എന്നെ തന്നെ പ്രേമിക്കണമെന്ന് വാശി പിടിക്കാം. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിരാശാകാമുകനായിട്ട് കഴിയാം. അതുമല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം. ഇവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതിപ്പോ ഞാനെന്താ പറയാ? ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. ജോയ്ച്ചൻ തന്നെ ആലോചിച്ച് തീരുമാനിച്ചാ മതി. ശരി, എങ്കിൽ ഉമയായിരുന്നെങ്കിൽ ഇങ്ങനൊരു അവസരത്തിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇത് മൂന്നും ചെയ്യില്ല. പിന്നെ? പോടാ പുല്ലേന്ന് പറഞ്ഞ് ചുണയുള്ള വേറെ നല്ല ആമ്പിളരെ കണ്ടുപിടിക്കും. എങ്കിൽ ഇനി ഒട്ടും വൈകരുത്. ചന്തുവിന്റെ മുഖത്ത് നോക്കി ഉമ പറയണം, പോടാ പുല്ലേന്ന്. അതേ ഉമേ, അവൻ മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണ്. ചേറായിലെ സിറിയക്കിന്റെ മകൾ ലില്ലി സിറിയക്ക്. അവൾ ഏകദേശം 3 മാസം ഗർഭിണിയാണോ എന്നും സംശയമുണ്ട്. എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ഇനി അവൾ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മാത്രം നീ പറഞ്ഞാണ്. നീ എന്താ പറഞ്ഞത്? അതൊന്നും ചോദിക്കണ്ട. വളരെ മോശമായ കാര്യങ്ങളാണെന്ന് മാത്രം തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. പോണ്ടിച്ചേരി ചെന്നിറങ്ങിയാലുടൻ ആദ്യം കാണുന്ന പള്ളി കയറി എനിക്ക് മനസ്സറിഞ്ഞൊന്ന് കുമ്പസരിക്കണം. എന്നാലേ ഒരു മനുഷ്യനായിട്ട് ഇനി ജീവിക്കാൻ പറ്റൂ. വരട്ടെ. എന്താ ഇവിടെ നിർത്തിയത്? കുറച്ചുകൂടെ കയറ്റി നിർത്താ. ഇപ്പഴാ ഓർത്ത്. എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. അതുപോലെ വണ്ടിയിൽ പെട്രോളും ഇല്ല. നീ ഇറങ്ങി. ശരി, നീ ഇറങ്ങ്. വീട്ടിൽ കയറിട്ട് പോവാം. ഏയ് ശരിയാവില്ല. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വന്നാൽ ഒട്ടും ശരിയാവില്ല. നിനക്കിത് എന്ത് പറ്റി? ഒന്നും പറ്റാണ്ടിരിക്കാനാ പോകുന്നത്. ഗുഡ് നൈറ്റ്. ഒന്നും പറ്റാണ്ടിരിക്കാൻ ഓടി രക്ഷപ്പെടുകയാണല്ലേ? കാണിച്ചു കൊടുക്കാം. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ഭൂകമ്പം ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാൻ ഞാൻ. മുതലാളിക്ക് ഒരു രജിസ്റ്റേഡ് ഉണ്ട്. കൊണ്ടുവാ. എടാ സതീശ. ഓ, ഈ കത്തൊന്ന് പൊട്ടിച്ചു വായിച്ചേടാ. ബഹുമാനപ്പെട്ട സിറിയക് മുതലാളിക്ക്, ഞാൻ താങ്കളുടെ മകൾ ലില്ലി സിറിയക് പഠിക്കുന്ന കോളേജിലെ ഒരു വിദ്യാർത്ഥിനിയാണ്. താങ്കളുടെ മകളെ കുറിച്ച് പ്രധാനപ്പെട്ട ഒരു വിവരം അറിയിക്കുവാനാണ് ഈ കത്ത്. താങ്കളുടെ മകൾ ലില്ലി സിറിയക് ഈ നാട്ടിൽ തന്നെയുള്ള ചന്തു എന്ന ചെറുപ്പക്കാരനുമായി പ്രേമത്തിലാണ്. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? കുറെ ആളുകൾ കൂടി നമ്മുടെ ചന്തുവിനായിട്ട് തല്ലുന്നു. പെട്രോള് പെട്രോൾ കാരണം പുറത്താണ് ഒഴിക്കുന്നത്. ഇത് കാർ ഓടിക്കാനുള്ളതല്ല, കത്തിക്കാനുള്ളത്. കത്തിക്കാനോ? മുതലാളി ഓടി വായോ, പെട്രോൾ
നിന്റെ ചത്തുപോയ തന്ത കള്ളവാറ്റുകാരൻ ഫിലിപ്പോസ്. പട്ടി കഴിവറവനെ പിടിച്ചു കെട്ടറായി പന്നിയെ. അയ്യോ, എന്താ അബദ്ധമായി കാണിക്കുന്നത്? മതി, ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. കൂലിക്ക് തല്ലാൻ നടക്കുന്ന ഊളച്ചട്ടമ്പികളെ താൻ കണ്ടിട്ടുള്ളൂ. എന്നെ താൻ അറിയണോ? ഞാൻ പൂങ്കുളത്തെയാ. മതി, എസ് ടി ശങ്കരമേന്റെ മകൻ. ഞാൻ വീട്ടിൽ കാണൂടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അങ്ങോട്ട് വാ. അരവിന്ദനും ചന്തു ഉണ്ടോ ഇവിടെ? ഇല്ലല്ലോ. എന്താ? അവര് ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ജഡ്ജി അദ്ദേഹം സ്ഥലത്തില്ലേ? എറണാകുളത്താ. അവരെന്താ പ്രശ്നം ഉണ്ടാക്കിയേ? ചേറായിലെ സിറീഖ് മുതലാളിയുടെ വീട് കയറി ആക്രമിച്ചു. പോർച്ചിൽ കിടന്ന കാറും കത്തിച്ചു. എന്റെ ഈശ്വര, എന്തൊക്കെയാ ഈ കേക്കണേ? വിവരം ജഡ്ജി അദ്ദേഹത്തെ ഉടനെ ഒന്ന് അറിയിക്കണം. എന്നാ ഞാൻ പൊക്കോട്ടെ. ഈ രാത്രി ഇനി എങ്ങോട്ടും പോണ്ട. കല്ലിതുള്ളി നടക്കുക ചേറായിക്കാര്. അരവിന്ദ, ചന്തുവിനെയും കൂട്ടി മുകളിലേക്ക് പോയിക്കോ. വാ. എന്തായി? സിറിയക്കുമായി ഞാൻ സംസാരിച്ചു. എന്തു വേണമെങ്കിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അയാളേക്കാ പ്രശ്നം അയാളുടെ അനിയന്മാർക്കാ. അതുകൊണ്ട് കുറച്ച് ദിവസം അവരോട് മാറ്റി നിർത്താനാ കമ്മീഷണർ പറയുന്നത്. എങ്കിൽ നിലമ്പൂര് നമ്മുടെ തറവാട്ടിൽ പോയി നിൽക്കട്ടെ കുറച്ചാള്. എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ആവശ്യമുണ്ടോ ഇല്ലയോന്ന് നീ അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ മതി നീ. അമ്മയ്ക്കെന്താ? ഒരു കള്ളു കച്ചവടക്കാരനെ പേടിച്ച് ഞാൻ ഈ നാട്ടിൽ നിന്ന് ഒളിച്ചോടണം? അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. പറ. വല്ലവരൊക്കെ പോയി വഴക്കുണ്ടാക്കിയതിന് ചെന്ന് ചോദിക്കാനും തിരിച്ചടിക്കാനും ഒക്കെ ഇവൻ എന്തിനാ നടക്കുന്നത്? ചേച്ചി ഒന്നും മിണ്ടാതിരിക്കെ. ഇനി ഇതിന്റെ പേരിൽ ഒരു ബഹളാവാൻ തുടങ്ങണ്ട. സാവിത്രിയാ ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത്. ഒരു കാര്യമില്ലാതെ അല്ലല്ലോ ചേറായിക്കാരെ കൂട്ടുകാരനെ തല്ലിയത്. അവരുടെ പെണ്ണിന്റെ പിന്നാലെ നടന്നിട്ടല്ലേ. അത് പോയി ചോദിക്കാനും പിന്നെ ചെന്ന് ക്ഷമ പറയാനും പൂങ്കുളത്താർക്ക് വല്ല കാര്യമുണ്ടോ? ആര് പറഞ്ഞു ചെന്ന് ക്ഷമ പറയാൻ? ചേറായിലെയല്ല ഒരു പെണ്ണിന്റെ പുറകെ ചന്തു പോയിട്ടില്ല, പോവുകയില്ല. എന്നെ കുറിച്ചാണ് ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കെങ്കിലും ചെയ്യായിരുന്നു. ഇതിപ്പോ അവന് ചോദിക്കാനും പറയാൻ ആരും ഇല്ല എന്നുള്ള അഹങ്കാരമേക്ക് എന്റെ നേരെയാണ് കൈ പൊക്കുവള്. അവരൊരു പാവമായി പോയി. അങ്ങനെ നീ ആരെയും പാവം കൂറണ്ട. ഈ വീട്ടിൽ പോലെ ഞാൻ കാണുന്നുണ്ട് ഓരോരുത്തരുടെ പാവത്തും ഒക്കെ. വല്യമ്മ എന്ത് കണ്ടുന്നാ? അവന്റെ പേരിൽ എന്ത് തെറ്റ് വല്യമ്മ കണ്ടുന്നാ? ഇനി അതിന്റെ വാദവും വിസ്താരം കീറി മുറിക്കലും ഒന്നും വേണ്ട. എന്തിനും ഒരു പരിധി ഉണ്ടാവണം. അല്ലാണ്ട് കൂട്ടുകാരാണെന്നും പറഞ്ഞോണ്ട് വീട്ടിനകത്ത് മേയം വിടെയല്ല വേണ്ടത്. ഈ വീട്ടിലെ പരിധിയും അതിനും തീരുമാനിക്കുന്നത് വല്യമ്മയല്ല, അതിലൂടെ അച്ഛനും അമ്മയെ കൊണ്ട്. മതി. ആരോട് എന്താ പറയേണ്ടതെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? അവൻ പറയട്ടെ. എവിടുന്നോ വന്ന ഒരുത്തനല്ലേ വീട്ടിലുള്ളവരെക്കാൾ അവന് വലുത്. അങ്ങനെ എവിടെന്നോ വന്നവനൊന്നുമല്ല ചന്തു. ഈ വീട്ടിൽ ഞാനും അവനെ കൊന്ന. അത് നിനക്ക്. ബാക്കിയുള്ളവർക്ക് അങ്ങനെ കരുതാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടി ആരും ഇവിടെ കഴിയണമെന്നില്ല. അരവിന്ദ, അതല്ല അച്ഛാ, എന്നെ ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. അവനെ മാത്രം ഒരാളും ഒന്നും പറയാൻ ഞാൻ സമ്മതിക്കില്ല. അരവിന്ദ, ചന്തു ഇതിൽ തെറ്റുകാരനാണോ അല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാ ഇതൊന്ന് വായിച്ചു നോക്ക്. അവനെ കുറിച്ച് ചേറായിൽ കിട്ടിയ ഒരു കത്ത. എന്തുദ്ദേശത്തിലാ ചന്തുവിനെയും ആ പെണ്ണിനെയും ചേർത്ത് ഇങ്ങനൊരു പച്ച കള്ളം എഴുതി അയാൾക്ക് അയച്ചത്? അത് കള്ളൊന്നുമല്ല, ഉള്ളത് തന്നെയാ. ഒറ്റ വീക്ക് വെച്ചെന്നുണ്ടല്ലോ, ഉള്ളതാണ് പോലും. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താടി ചന്തുവിനോട് ഇത്ര പക? നിനക്കൊക്കെ എന്ത് ദ്രോഹം ചെയ്തവൻ? പറയടി, എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെ ഒരു കള്ളക്കഥ? ഞാനല്ല പറഞ്ഞത് നിങ്ങളുടെ കൂട്ടുകാരൻ തന്നെയാ, ജോയ്ച്ചൻ. അല്ലെങ്കിൽ ജോയ്ച്ചൻ പോണ്ടിച്ചേരിയിലുണ്ടല്ലോ, വിളിച്ച് ചോദിച്ചു നോക്ക് ഞാനീ പറഞ്ഞത് സത്യമാണോ അല്ലയോന്ന്. ചോദിക്കും. ജോയിയോട് തന്നെ ഞാൻ പോയി ചോദിക്കും. അവനിങ്ങനെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നെങ്ങാനും എന്നോട് പറഞ്ഞ പിന്നെ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് നിന്റെ ഏട്ടനായിട്ടായിരിക്കില്ല. നീ ഇതെവിടായിരുന്നു? വന്ന് കിടക്കാൻ നോക്ക്. ചന്തു, ഞാൻ ആലോചിക്കായിരുന്നു, അച്ഛനും അമ്മയും വല്യച്ഛനും വല്യമ്മയൊക്കെ
ഇത്രയൊക്കെ പറയുമ്പോ നമ്മളായിട്ട് എന്തിനാ അവരെ വിഷമിപ്പിക്കുന്നത്? കുറച്ചു ദിവസം നമുക്ക് ഇവിടുന്ന് മാറിയെന്നല്ലോ. അതാരവിന്താ നല്ലത്. ഞാൻ നിനക്ക് പ്രയാസം ഉണ്ടാവുമെന്ന് കരുതിയാ നിർബന്ധിക്കാതിരുന്നത്. എങ്കിൽ നമുക്ക് ഈ രാത്രി തന്നെ വിട്ടാലോ? എങ്ങോട്ടാ? നിലമ്പൂർക്കാ? നിലമ്പൂർക്കും കൊയിലാണ്ടിക്കൊന്നുമല്ല, പോണ്ടിച്ചേരിക്ക്. നമ്മുടെ ചക്കച്ചാൻ പറമ്പിന്റെ അടുത്തേക്കോ? ആ, എനിക്ക് അവനോട് ചില കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയാനുണ്ട്. ഓക്കെ, നാളെ പുലർച്ചെ നമ്മൾ പോണ്ടിച്ചേരിയിൽ.